പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതലേക്ക് തന്നെ ആമീൻ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ശലോം പ്രേക്ഷകരെ, ഇന്ന് അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. ഇതാണ് പൗലോസ് ശ്ലീഹ ഈ എഫേസോസിലെ സഭയിലേക്ക് തിക്കിക്കോസ് വഴി കൊടുത്ത് വിടുന്ന ലേഖനത്തിൽ പറയുന്നത്. കാരണം ഇതിൻ്റെ എഫേസ് ലേഖനം 6-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ എങ്ങനെയായിരിക്കുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. പൗലോസ് ശ്ലീഹ ഇതാ നീറോ ചക്രവർത്തിയുടെ തടങ്കലിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ ലേഖനം എഴുതപ്പെട്ടത് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ജയിലിലായിരിക്കുന്ന പൗലോസ് ശ്ലീഹായെക്കുറിച്ച് അറിയാൻ എഫേസോസിലെ സഭയിലുള്ള എല്ലാവർക്കും തന്നെ ഒത്തിരി താല്പര്യമുണ്ട്. എങ്ങനെയുണ്ട് ജീവിതം, സുഖമാണോ എന്നൊക്കെ അറിയാൻ. പൗലോസ് ശ്ലീഹ പറയുകയാണ്, നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിക്കിക്കോസ് നിങ്ങളോടെല്ലാം പറയും. ഇതിനു വേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്, ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും. അപ്പോൾ തിക്കിക്കോസ് വരുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ജയിലിലായിരിക്കുന്ന പൗലോസ് ശ്ലീഹായുടെ വിശേഷങ്ങളൊക്കെ തിക്കിക്കോസ് എഫേസോസിലെ സഭയോട് പറയും. 2, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം വരണം. കാരണം അന്ന് എഫേസോസിലെ സഭ എന്ന് പറയുന്നത് വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. വലിയ സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. അവിടെ ചെറുപ്പക്കാരനായ ഒരു ചക്രവർത്തി ഭരിക്കുകയാണ്. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഏതാണ്ട് പടിഞ്ഞാറ് വരുന്ന ഒരു പ്രവിശ്യയാണ് എഫേസോസ് എന്ന് പറയുന്ന സ്ഥലം. ഇന്നത്തെ ടർക്കിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എഫേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതാണ് എഫേസോസ്. അവിടെയാണ് പൗലോസ് ശ്ലീഹ സുവിശേഷം അറിയിച്ച് നടന്നത്. നമ്മൾ എഫേസോസിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം, അവിടെ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടം അവിടെ കാണുവാനായിട്ട് സാധിക്കും. കാരണം യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് യോഹന്നാൻ ശ്ലീഹ അവിടെ വെച്ചാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അവിടെ ഒരു കൊച്ചു വീടുണ്ട്, മരിയമന എന്നാണ് ആ വീടിൻ്റെ പേര്. അത് ഇന്നൊരു ദേവാലയമാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കർത്താവ് യോഹന്നാൻ ശ്ലീഹായെ പരിശുദ്ധ ദൈവമാതാവ് ഭരമേൽപ്പിച്ചപ്പോൾ മാതാവിനെയും കൊണ്ട് യോഹന്നാൻ ശ്ലീഹ അവിടെ എത്തി, അവിടെ താമസിച്ചു എന്നാണ് ഒരു ചരിത്രം ഉള്ളത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ് എഫേസോസ്. അവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ സുവിശേഷം അറിയിച്ച ആ മാർക്കറ്റൊക്കെ ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ എഫേസോസിലെ ആദ്യത്തെ മെത്രാച്ചൻ ഒരു കൊച്ചു മെത്രാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് തിമോത്തിയോസ്. അപ്പോൾ എഫേസോസിൽ തിമോത്തിയോസ് മെത്രാനായിരിക്കുന്ന തിമോത്തിയോസിനും സഭയിലുള്ള അംഗങ്ങൾക്കുമൊക്കെയായി തിക്കിക്കോസ് വഴി ജയിലിൽ നിന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇതാ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. അതാണ് എഫേസ് ലേഖനം. തിമോത്തിയോസിനെ സംബന്ധിച്ച് ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലം, അല്ലെ ദെർബെ എന്ന് പറയുന്ന ആ സ്ഥലം, അവിടെ വെച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയിലൂടെ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഒരു കാലിന് സ്വാധീനമില്ലാതിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു പൗലോസ് ശ്ലീഹായുടെ കരങ്ങൾ വഴി. അത് കണ്ടു നിന്ന ഒരു കൊച്ചു ബാലനാണ് തിമോത്തിയോസ്. അവൻ്റെ അമ്മയും വലിയമ്മയുമൊക്കെ
വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകളായിരുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. എന്തായാലും തിമോത്തിയോസ് പൗലോസ്ലീഹായോടൊപ്പം പല സ്ഥലങ്ങളിലും സുവിശേഷ പ്രചാരണത്തിനായി യാത്ര ചെയ്തവനാണ്. പൗലോസ്ലീഹായുടെ വിശ്വസ്ത പുത്രൻ എന്നാണ് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നിറവും അഭിഷേകവുമുള്ള ഒരു കൊച്ചു മെത്രാനായി തിമോത്തിയോസ് എഫേസോസിൽ ഇതാ താമസിക്കുകയാണ്. ആ സമയത്ത് തിമോത്തിയോസിനെയും എഫേസോസിലെ സഭയെയുമൊക്കെ അലട്ടിയിരുന്ന ഒരു വലിയ സംഭവമാണ് നീറോ ചക്രവർത്തിയുടെ ഭരണം. നീറോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം AD 37 ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ്. അഗ്രിപ്പിന എന്നാണ് ഈ നീറോ ചക്രവർത്തിയുടെ അമ്മയുടെ പേര്. വളരെ സുന്ദരിയായിരുന്ന സ്ത്രീയായിരുന്നു അഗ്രിപ്പിന. നീറോ ജനിച്ച് 2 വർഷമായപ്പോൾ, അതായത് നീറോ എന്ന കുഞ്ഞിന് വെറും 2 വയസ്സുള്ളപ്പോൾ നീറോയുടെ പിതാവ് മരിച്ചുപോയി. അന്ന് അവിടുത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് ക്ലോഡിയസ് എന്ന ചക്രവർത്തി. അന്നെല്ലാം സീസർമാരാണ് ഭരിക്കുന്നത്, കൈസർമാരെന്നോ അല്ലെ സീസർമാരെന്ന് പറയും. അഗസ്റ്റസ് സീസർ എന്നൊക്കെയുള്ള ജൂലിയസ് സീസർ, അതുപോലെ തന്നെ കലിഗുള സീസർ, അത് സീസറായിരുന്നു. അതിനുശേഷം വന്ന ക്ലോഡിയസ് സീസറാണ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് നീറോ ജനിച്ച സമയത്ത്. അപ്പോൾ നീറോ ജനിച്ചു, അപ്പൻ മരിച്ചു. അപ്പോൾ ഈ 2 വയസ്സുകാരൻ നീറോയെയും നീറോയുടെ അമ്മയെയും ഇതാ ക്ലോഡിയസ് സീസർ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ക്ലോഡിയസ് സീസർ നീറോയുടെ അമ്മയായ അഗ്രിപ്പനയെ കല്യാണം കഴിച്ചു. അങ്ങനെ നീറോ കൊട്ടാരത്തിൽ വളരുകയാണ്. ക്ലോഡിയസിൻ്റെ ദത്തുപുത്രനായി നീറോ വളരുകയാണ്. അങ്ങനെ നീറോ വളർന്നു വന്ന സമയത്ത് തന്നെ നീറോയുടെ കൂടെ ഈ ക്ലോഡിയസിൻ്റെ മറ്റൊരു മകൻ അവിടെയുണ്ട്. ബ്രിട്ടാനിക്കസ് എന്നാണ് ആ മകൻ്റെ പേര്. അദ്ദേഹവും അവിടെ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ വരുന്നതായ സമയത്ത് നീറോയുടെ അമ്മ അഗ്രിപ്പിന ക്ലോഡിയസിനോട് പറഞ്ഞു, ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം എൻ്റെ മകന് നൽകണം എന്ന് പറഞ്ഞാൽ നീറോയ്ക്ക് നൽകണം. അപ്പം ക്ലോഡിയസ് അത് സമ്മതിച്ചു. അങ്ങനെ നീറോയ്ക്ക് ഏതാണ്ട് 16 വയസ്സ് കഴിഞ്ഞ് 17 വയസ്സിലേക്ക് കടക്കുന്നതായ സമയത്ത് ക്ലോഡിയസ് ചക്രവർത്തി അന്തരിച്ചു. അപ്പോൾ നീറോ കുഞ്ഞുനാൾ മുതൽ കൊട്ടാരത്തിൽ വളർന്നു വരികയാണ്. അവനറിയാം അടുത്ത ചക്രവർത്തി താനാണ് എന്ന്. അപ്പോൾ എത്രമാത്രം അഹങ്കാരം നീറോയിലുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 16-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 17-ാമത്തെ വയസ്സിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായി തീർന്നു നീറോ ചക്രവർത്തി, നീറോ സീസർ. എന്തായാലും നീറോ സീസർ 30-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയാണ്. നീറോയുടെ മരണത്തോടുകൂടി ആ സീസർ സാമ്രാജ്യം അസ്തമിക്കുകയും ചെയ്തു. എങ്കിലും 17-ാമത്തെ വയസ്സിൽ നീറോ ചക്രവർത്തിയായി. വളരെ ചെറുപ്പക്കാരനാണ് നീറോ. അപ്പോൾ നീറോയ്ക്ക് വേണ്ടി ഭരണം നടത്തിക്കൊണ്ടിരുന്നത് നീറോയുടെ അമ്മയായ അഗ്രിപ്പിനയാണ്. നീറോയ്ക്കും അതുപോലെ തന്നെ അഗ്രിപ്പിനയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, ഒക്ടേവിയ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഒക്ടേവിയയെ നീറോ വിവാഹം ചെയ്യുന്നു. എന്നാൽ അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഒക്ടേവിയയുടെ ബ്രദറാണ് ബ്രിട്ടാനിക്കസ് എന്ന് പറയുന്നത്. നീറോ തുടർന്ന് ജീവിച്ചു വരുന്ന സമയത്ത് നീറോയ്ക്ക് മറ്റൊരു പെൺകുട്ടിയെ കണ്ടു. പോപ്പിയ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. പോപ്പിയ എന്ന പെൺകുട്ടിയെ നീറോയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ നീറോയുടെ അമ്മ പോപ്പിയയെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഭരണത്തിൽ കൈകടത്തുന്ന അമ്മയെ നീറോ ക്രൂരമായി വധിച്ചു. നീറോയുടെ ക്രൂരത അവിടെ തുടങ്ങുകയാണ്. നീറോയുടെ ആദ്യത്തെ ഭാര്യ ഒക്ടോവിയയെ നീറോ വധിച്ചു, പോപ്പിയയെ സ്വന്തമാക്കാൻ വേണ്ടി. 3ാമത് ഒക്ടോവിയയുടെ ബ്രദറാണ് ബ്രിട്ടാനിക്കസ്. ബ്രിട്ടാനിക്കസ് അധികാരം പിടിച്ചടക്കും എന്ന് വിചാരിച്ച് ബ്രിട്ടാനിക്കസിനെ നീറോ ക്രൂരമായി വധിച്ചു. ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ നീറോയുടെ ഗുരു അവിടെയുണ്ട്, സെനക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതെല്ലാം നമ്മൾ വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീറോ സെനക്കയോട് പറഞ്ഞു, നീ സ്വയം മരിക്കണം എന്ന് പറഞ്ഞാൽ നീ സൂയിസൈഡ് ചെയ്യണം. സെനക്ക സമ്മതിച്ചു. സെനക്കയും ഭാര്യയും നീറോയുടെ പ്രേരണയിൽ അവർ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ സെനക്കയെ വധിക്കാനുള്ള നീറോയുടെ തന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ കുടില തന്ത്രങ്ങളുടെ അങ്ങേയറ്റമാണ് ഈ കാണുന്നത്.
അപ്പോൾ ക്രൂരതയുടെ പര്യായമായി നീറോ മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് AD 64 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്രേറ്റ് ഫയർ ഓഫ് റോം, റോമിൽ വലിയ അഗ്നി പടർന്നു പിടിക്കുകയാണ്. അതിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് നീറോ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നീറോ ഇങ്ങനെ പറയുകയാണ്, ഞാനാണ് ദേവൻ, ഇനി മറ്റു ദേവന്മാരൊന്നുമില്ല, എനിക്കൊരു ക്ഷേത്രം പണിയണം, അതൊന്നാമത്തെ ആവശ്യം. രണ്ടാമത്, ഞാനിപ്പോൾ താമസിക്കുന്ന ഈ കൊട്ടാരം ഉണ്ടല്ലോ, ഈ കൊട്ടാരം ഒന്നും അത്ര പോരാ, ഈ കൊട്ടാരം കളഞ്ഞിട്ട് പുതിയൊരു കൊട്ടാരം പണിയണം. നീറോയ്ക്ക് വയസ്സ് വെറും 25 മാത്രം എന്നുകൂടി ഓർക്കണം. നീറോ ചക്രവർത്തി അത്ര ചെറുപ്പക്കാരനായ ക്രൂരനായ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കുടിലതന്ത്രത്തിൻ്റെ അങ്ങേ അറ്റമായിട്ട് ഇതാ നീറോ പറഞ്ഞു, ഈ കൊട്ടാരം മാറ്റി പുതിയ കൊട്ടാരം പണിയിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം. ഏറ്റവും അടുത്ത അംഗരക്ഷകന്മാരോട് മാത്രം നീറോ അതിനുള്ള തന്ത്രം പറഞ്ഞു കൊടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കൊട്ടാരം നമുക്ക് തീ വെച്ച് നശിപ്പിക്കാം. അപ്പോൾ ആദ്യം മാർക്കറ്റിൽ കടകളൊക്കെ ഉണ്ട്, ആ കടകളിൽ തീ വെച്ചു. അതിനുശേഷം അത് കൊട്ടാരത്തിലേക്ക് പടരുന്നു എന്നാണ് നീറോയ്ക്ക് വരുത്തി തീർക്കേണ്ടത്. അങ്ങനെ കൊട്ടാരം നശിച്ചു കഴിഞ്ഞാൽ പുതിയ കൊട്ടാരം പണിയണം. ഇതാണ് നീറോയുടെ ഉപായം. പക്ഷേ നീറോ വിചാരിച്ചതിലും അപ്പുറം തീ കത്തിപ്പടർന്നു. റോമാനഗരം മുഴുവൻ ഏതാണ്ട് 6 ദിവസത്തോളം തീ കത്തിപ്പടർന്ന് അതിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നീറോ ആ സമയത്ത് ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് മാറിപ്പോയി എന്നാണ് ചരിത്രകാരനായ ടാസിറ്റസ് പറയുന്നത്. റോം വെന്തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നീറോ വീണ വായിച്ചു എന്നൊക്കെ അദ്ദേഹമാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും അതിക്രൂരനായ നീറോയെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ 6 ദിവസം ഇത് കത്തിപ്പടർന്നു. AD 64 ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം നീറോയ്ക്കെതിരായി. വീടുകൾ നശിക്കുന്നു, ആളുകൾ വെന്ത് നശിക്കുന്നു, കെട്ടിടങ്ങൾ തകർന്നു പോകുന്നു. ഇതാ റോമ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് പൊതുവികാരം മുഴുവൻ നീറോയ്ക്കെതിരായെന്ന് കണ്ടപ്പോൾ നീറോ അടുത്ത തന്ത്രം ഉപയോഗിക്കുകയാണ്. ആളുകൾക്ക് സംശയമായി, നീറോ തന്നെയാണോ ഈ തീ പടർത്തിയത് എന്ന്, ഇതിൻ്റെ പിന്നിലുള്ള കാരണഹേതുവെന്ന്. നീറോയുടെ ഉപായം വീണ്ടും തുടരുകയാണ്. നീറോ പറഞ്ഞു, ആരാണെന്നറിയാമോ ഈ തീ വെച്ചേക്കുന്നത്? നിങ്ങൾക്കറിയാമോ? ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. അവർ ക്രിസ്തുവിനെ ആണ് ദൈവമായിട്ട് വിളിക്കുന്നത്. ഇനിയും അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അഗ്നി ഇറങ്ങണമേ, അഗ്നി ഇറങ്ങണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങണമേ എന്നാണ് നമുക്കറിയാം. പക്ഷേ നീറോ പറയുകയാണ്, അഗ്നി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിച്ച ഈ ക്രിസ്ത്യാനികളാണ് ഈ റോമാനഗരം കത്തിച്ചാമ്പലാക്കുവാനുള്ള കാരണക്കാർ. കുറ്റം മുഴുവൻ നീറോ ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തി. അന്ന് ക്രിസ്ത്യാനികളുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്, ഒന്ന് പത്രോസ്ലീഹ, മറ്റേത് പൗലോസ്ലീഹ. പത്രോസ്ലീഹയെയും പൗലോസ്ലീഹയെയും നീറോ ഇതാ തൻ്റെ തടങ്കലിൽ അടച്ചു. നീറോയുടെ തന്ത്രം വിജയിച്ചു. പൊതുസമൂഹം മുഴുവൻ ഏറ്റുപാടി, ക്രിസ്ത്യാനികളാണ് ഈ തീപിടുത്തത്തിൻ്റെ പിന്നിൽ. നീറോ വിജയിച്ചു. അങ്ങനെ അതിക്രൂരനായ നീറോ അവൻ്റെ ആ ചെറുപ്പപ്രായത്തിൽ തന്നെ വലിയ ഉപായതന്ത്രങ്ങളിലൂടെ ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം വെറുക്കുകയും ക്രിസ്ത്യാനികളെ പൊതുസമൂഹത്തെ കൊണ്ട് വെറുപ്പിക്കുകയും ചെയ്തു. നീറോ വിജയിച്ചത്. അങ്ങനെ അനേകം ക്രിസ്ത്യാനികൾ ഇതാ തടങ്കലിലായി. വലിയ ക്രൂരതയാണ് പിന്നെ ക്രിസ്ത്യാനികളോട് നീറോ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് എഫേസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരറ്റമാണ്. ഇപ്പം ഉദാഹരണത്തിന് കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇങ്ങേ അറ്റം എന്ന് പറയുന്നത് പോലെയാണ് എഫേസോസ് എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു അറ്റമാണ്. ആ അറ്റത്തെ കൊച്ചുമെത്രാനായ തിമോത്തിയോസ് ഇത് കണ്ടിട്ട് തിമോത്തിയോസിന് സഹിച്ചില്ല. തിമോത്തിയോസ് പൗലോസ്ലീഹായ്ക്ക് എഴുതി. അതിവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല, നമ്മൾ ദൈവവചനമായിട്ട് നമുക്കില്ല. പക്ഷേ തിമോത്തിയോസ് പറഞ്ഞു, നീറോ ചക്രവർത്തി ചെയ്യുന്നത് ശരിയല്ല. ഇത്രേ തിമോത്തിയോസ് പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, നീറോ ചെയ്യുന്നത് ശരിയല്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഒരു മാനസിക അവസ്ഥയിൽ നമ്മളും പറയല്ലേ, ഒരാൾ ക്രൂരമായി ഒരാൾ ഭരിക്കുകയാണ്, അപ്പോൾ നമ്മൾ പറയും അയാൾ ചെയ്തത് ശരിയല്ല, അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ?
യാതൊരു തെറ്റുമില്ല. തിമോത്തിയോസ് അത്ര മാത്രമേ ചെയ്തുള്ളൂ. ചെറുപ്പക്കാരനായ മെത്രാച്ചൻ, അന്ന് പൗലോസ്ലിഹായ്ക്ക് ഏകദേശം 60 വയസ്സുണ്ട്. AD 64 ഈ തീ ഇടുന്ന സംഭവം. അതിനുശേഷം 67 ഒക്കെ ആകുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ, ഈ എഴുത്തുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസ്ലിഹായ്ക്ക് അറിയാം താനിതാ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. നീറോ തന്നെ കൊല്ലും എന്ന് ഉറപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തെ പ്രതി രക്തസാക്ഷിയാകുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പൗലോസ് എഫേസോസിലെ കൊച്ചുമെത്രാച്ചന് എഴുതി, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പോരാടും. നമുക്കറിയാം ഫ്ലഷ് ആൻഡ് ബ്ലഡ്, അതാണ് മാംസം. ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായി, ജഡവും രക്തവും ചേർന്നാൽ മനുഷ്യനായി, അല്ലെ ശരീരവും രക്തവും ചേർന്ന മനുഷ്യൻ. നമുക്കറിയാം വിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയ രഹസ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ചേരുമ്പോൾ കർത്താവ് എന്ന വലിയ പെസഹ രഹസ്യം നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ. ഇതാ ഇവിടെ പൗലോസ്ലീഹ എഴുതുകയാണ്, നമ്മുടെ പോരാട്ടം ശരീരത്തിനും രക്തത്തിനും എതിരാണ് എന്ന് പറഞ്ഞാൽ, മകനെ തിമോത്തിയോസെ, നീ വിചാരിക്കുന്നു നിൻ്റെ പോരാട്ടം നീറോ ചക്രവർത്തിക്കെതിരെയാണ്. നിൻ്റെ പോരാട്ടം നീറോ ചക്രവർത്തിക്കെതിരെയല്ല. നിൻ്റെ ഉള്ളിലിപ്പോൾ ഒരു വെറുപ്പുണ്ട്. നീ പറയുന്നുണ്ട് നീറോ ചെയ്യുന്നത് ശരിയല്ല. നിൻ്റെ ഉള്ളിൽ വെറുപ്പ് കിടന്നിട്ട് നീ നീറോയ്ക്കെതിരെ സംസാരിക്കുകയാണ്. പക്ഷെ നീ സംസാരിക്കേണ്ടത് നീറോയ്ക്കെതിരെയല്ല. നമ്മുടെ പോരാട്ടം പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, നീറോയോട് നീ ക്ഷമിക്കണം. നീറോയ്ക്കെതിരെയല്ല, അവനൊരു സാധാരണ മനുഷ്യൻ, അവൻ ചക്രവർത്തിയാണ്, പക്ഷേ ഒരു മനുഷ്യനാണ്, വെറും ശരീരവും രക്തവും ചേർന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം വെല്ലുവിളികളുണ്ടാകും. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് ധാരാളം പേര് നമ്മളെ വെറുക്കുന്നവരുണ്ടാകും. അനേകം പേർ അന്ന് പീഡനത്തിന് ഇരയായി രക്തസാക്ഷികളായെങ്കിൽ ഇന്നും നമ്മൾ വരുന്ന കാലഘട്ടം ഇതേ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അനേകം രക്തസാക്ഷികൾ ഉണ്ടാകാൻ പോവുകയാണ്. അന്ന് നമ്മൾ ഓർക്കണം, പൗലോസ്ലീഹ തിമോത്തിയോസിനോട് തിക്കിക്കോസ് വഴി കൊടുത്തുവിട്ട മെസ്സേജ് ഇതാണ്, പ്രിയപ്പെട്ട തിമോത്തിയോസേ, എൻ്റെ മകനെ, നീ ഓർക്കണം, നമ്മളുടെ എതിരാളികൾ നീ വിചാരിക്കുന്ന ഈ മനുഷ്യരല്ല. നിൻ്റെ പോരാട്ടം പിശാചിനെതിരെയാണ്. പിശാചിനെ തോൽപ്പിക്കേണ്ടതോ കർത്താവ് കുരിശിൽ കാണിച്ചു തന്ന മാർഗമാണ്. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, ക്ഷമയിലൂടെ അല്ലാതെ പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ എത്ര ബന്ധന പ്രാർത്ഥന നടത്തിയാലും, എന്തെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളും ജാഗരണങ്ങളും എല്ലാം ചെയ്തു, ഉപവാസങ്ങളും എല്ലാം ചെയ്തു, പക്ഷേ ക്ഷമിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാതെ, അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്നവരോട് ക്ഷമിക്കാതെ, നമുക്ക് വെറുപ്പ് തോന്നുന്നവരോട് ക്ഷമിക്കാതെ, അവരെ സ്നേഹിക്കാതെ ഒരിക്കലും പിശാചിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് കർത്താവ് പൗലോസ്ലീഹായിലൂടെ തിമോത്തിയോസിനും എഫേസോസിലെ സഭയ്ക്കും ഇന്ന് നിങ്ങൾക്കും എനിക്കും തരുന്ന മെസ്സേജ്. ഇത് നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓർക്കണം, നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. തുടർന്ന് പൗലോസ്ലീഹ രക്തസാക്ഷിയായി, അതുപോലെ തന്നെ പത്രോസ്ലീഹ രക്തസാക്ഷിയാവുന്നത് എല്ലാം നീറോയുടെ കാലത്താണ്. തിമോത്തിയോസ് ഇതെല്ലാം കണ്ടുകൊണ്ട് എഫേസോസിൽ മെത്രാനായി വരികയാണ്. വീണ്ടും AD 97 തിമോത്തിയോസ് രക്തസാക്ഷിയാകുന്നത്. തിമോത്തിയോസിന് പ്രചോദനം നൽകിയത് പൗലോസ്ലീഹായുടെ ജീവിതമായിരുന്നു, തൻ്റെ ആത്മീയ പിതാവിൻ്റെ ജീവിതം. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, ഞാൻ മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു, ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് മരണത്തെ എനിക്ക് പേടിയില്ല. പൗലോസ്ലീഹ, ഇതാ ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആഗതമായി, ഞാൻ നല്ല പോര് പൊരുതി വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ടുണ്ട് എന്ന് തിമോത്തിയോസിന് എഴുതുമ്പോൾ, തിമോത്തിയോസിൻ്റെ ഉള്ളിൽ ഇതാ കത്തിജ്വലിക്കുന്ന ഒരു വിശ്വാസം,
അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന, അതായത് തിമോത്തിയോസ് ആകപ്പാടെ ഡിപ്രസ്ഡ് ആയിരുന്നു. അതായത് നീറോയുടെ ഭരണത്തിൽ തിമോത്തിയോസ് അസംതൃപ്തനായിരുന്നു. അന്ന് പൗലോസ്ലീഹയുടെ ലേഖനം പൗലോസ്ലീഹ പറയുകയാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ നിനക്ക് നിൻ്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരത്തെ നീ ഉജ്ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് തിമോത്തിയോസാണ്. ഇതെല്ലാം 2 തിമോത്തിയോസ് 1-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ, 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7 തിരുവചനം, അവിടെയൊക്കെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ പീഡനത്തിൻ്റെ നടുവിൽ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് പീഡനമായിരുന്നു യേശുക്രിസ്തുവിനെ പ്രതി ഉണ്ടായത്, 2000 വർഷങ്ങൾക്ക് ശേഷവും അതേ പീഡനം തന്നെ ഇന്നും നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി വരുമ്പോൾ, നമ്മൾ തിമോത്തിയോസിനെ പോലെ അത് ചെയ്യുന്നവരോട് വെറുപ്പ് വെക്കണ്ട, അത് പീഡനം തരുന്നവരോട് നമുക്ക് വെറുപ്പ് വേണ്ട. നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല, നമ്മുടെ പോരാട്ടം പിശാചിനോട്. അവനെ തോൽപ്പിക്കണമെങ്കിൽ വെറുപ്പ് നമ്മൾ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. കർത്താവ് തരുന്ന ഈ സന്ദേശം സ്വീകരിക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എഫേസോസിലെ മെത്രാനായിരുന്ന തിമോത്തിയോസിനും എഫേസോസ് സഭയ്ക്കും പരിശുദ്ധനായ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്ന് മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല ഞങ്ങളുടെ പോരാട്ടമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം ഈ സമൂഹത്തിൽ നൽകുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. Maria.